ടീച്ചറാണ് കേട്ടോ. എല്ലാവർക്കും സൈലന്റ് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഓണപരീക്ഷന്റെ തിരക്കിലൊക്കെ ആണല്ലേ, ഓണപരീക്ഷന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനിടയിൽ നമ്മൾ മറന്നു പോകരുതാത്തൊരു കാര്യമുണ്ട്. എന്താണത്? സ്വാതന്ത്ര്യ ദിനം അല്ലേ? ആഗസ്റ്റ് 15 തീയതിയാണ് അല്ലേ സ്വാതന്ത്ര്യ ദിനം. അപ്പൊ മക്കളെ, സ്വാതന്ത്ര്യ ദിന പ്രസംഗം പഠിച്ചു വരാൻ സ്കൂളിൽ നിന്ന് പറയില്ലേ? മത്സരം ഉണ്ടാവൂലേ? എന്റെ മക്കൾക്ക് സ്വാതന്ത്ര്യദിന പ്രസംഗം വേണ്ടി വരും. അപ്പൊ മക്കൾ എന്താ ആദ്യം ഓടി വന്ന് നോക്കി എവിടെയായിരിക്കും? സൈലത്തിന്റെ ചാനലായിരിക്കും അല്ലെ? അപ്പൊ ടീച്ചർ അത് പറഞ്ഞു തന്നില്ലെങ്കിൽ മക്കൾക്കത് കിട്ടിയില്ലെങ്കിൽ സങ്കടാവില്ലേ? അത് ഓർത്ത് കൊണ്ട് ടീച്ചർ വളരെ പെട്ടെന്ന് തന്നെ എന്താണ് സ്വാതന്ത്ര്യദിന പ്രസംഗം മക്കൾക്ക് അങ്ങ് തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ സ്വാതന്ത്ര്യദിന പ്രസംഗം മാത്രമാണ് എന്റെ മക്കൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ അല്ലേ? പ്രസംഗിക്കാൻ എന്തൊക്കെ വേണം? നല്ല അടിപൊളിയായിട്ട് നിന്ന് സംസാരിക്കണം അല്ലെ? എന്ത് വേണം? അക്ഷരസ്ഫുടതയോടുകൂടി വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ പ്രസംഗം പറയണം. ഓക്കെ ആണേ? നമ്മൾ തുടങ്ങാണേ. അപ്പൊ സ്വാതന്ത്ര്യദിന പ്രസംഗം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അതെ, കവി പാടിയതുപോലെ സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ മരണത്തെക്കാൾ ഭയാനകമാണല്ലോ. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കൊറോണ കാലത്തിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു സത്യമാണത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പുറത്തേക്കൊന്ന് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ എന്ത് സങ്കടകരമായിരുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാരുടെ കാൽച്ചുവട്ടിൽ ഞെരിഞ്ഞമർന്ന ഒരു കറുത്ത കാലം ഇന്ത്യക്കാർക്കുണ്ടായിരുന്നു എന്ന് ഓർക്കാൻ പോലും പേടി തോന്നുന്നു. ഇന്ന് ഒരു ചെറിയ സ്വാതന്ത്ര്യമില്ലായ്മ പോലും നമ്മെ അത്രയേറെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ അന്ന് ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ ഓരോ ഇന്ത്യക്കാരനും അനുഭവിച്ച ദുരിതം എന്തായിരിക്കും? ആ ഭീകരത എന്തായിരിക്കും? 1947 ആഗസ്റ്റ് 15 ശേഷം നമ്മൾ അനുഭവിച്ച സ്വാതന്ത്ര്യത്തിനു പിന്നിൽ എത്രയെത്ര മഹാന്മാരുടെ ജീവിതമാണ് ബലിയർപ്പിച്ചിട്ടുള്ളത് എന്ന് നാം പലപ്പോഴും ഓർക്കാറില്ല എന്നതാണ് സത്യം. ഒന്നിച്ചു നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെ കടലിനക്കരെ തൂത്തെറിയാൻ ഇന്ത്യക്കാർക്ക് കഴിഞ്ഞു. അന്നവർ നേടിത്തന്ന സ്വാതന്ത്ര്യം ഇന്ന് നമ്മൾ ദുരുപയോഗം ചെയ്യാറില്ലേ? മനുഷ്യരെല്ലാം വെട്ടിപ്പിടിക്കുന്നു, അതിക്രമങ്ങൾ കുന്നുകൂടുന്നു. ഇതായിരുന്നോ ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ? ഇതായിരുന്നോ നെഹ്റു ആഗ്രഹിച്ച ഇന്ത്യ? അല്ല, ഒരിക്കലുമല്ല. വളർന്നു വരുന്ന നമ്മളാണ് ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.